വെൽക്കം ടു മൈ അനദർ വീഡിയോ. അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം ടു എവരി വൺ. അപ്പം ഇന്ന് എനിക്ക് ഓണം മാത്രമല്ല, ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. ബിക്കോസ് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് ഗായ്സ്. അപ്പം ഐ എം സോ ലക്കി. ഇന്നത്തെ ഓണ ദിവസം തന്നെ എൻ്റെ ബർത്ത്ഡേ വന്നത്. ഞാൻ ജനിച്ച ദിവസമായിരുന്നു അന്ന്. എനിക്ക് ഓണത്തിൻ്റെ ദിവസമായിരുന്നു ഞാൻ ജനിച്ചത്. അത് കഴിഞ്ഞ് ഇന്നാണ് എനിക്ക് എൻ്റെ ബർത്ത്ഡേ ഓണത്തിന് വരുന്നത്. അപ്പം ഒരു സ്പെഷ്യൽ ഡേ ആണ് ഒബ്വിയസ്ലി എനിക്ക്. അപ്പം നിങ്ങളും ഓണം അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഗായ്സ്, ഇത് ഞങ്ങളുടെ ഓണം വ്ളോഗാണ്. എൻജോയ് ചെയ്യാം. മാക്സിമം എന്തൊക്കെ എനിക്ക് കവർ ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യാൻ പോവാണ്. കാരണം ഒരു സ്ഥലത്ത് കുക്കിംഗ്, ഒരു സ്ഥലത്ത് ഇത് പരിപാടികൾ മൊത്തമാണ് നമ്മുടെ അടുത്തൊക്കെ. ഐ തിങ്ക് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ. അവിടെ ഭയങ്കര പാട്ടും ബഹളവും നമ്മുടെ ഇവിടെ അടുത്ത് ക്ലബ്ബൊക്കെ ഉണ്ട്. അപ്പം ഇന്ന് നമ്മളെല്ലാവരും പൊളിക്കാൻ പോവാണ്, ഞങ്ങൾ പൊളിക്കാൻ പോവാണ് ഗായ്സ്. എൻജോയ് യുവർ ഓണം ആൻഡ് എൻജോയ് യുവർ വ്ളോഗ്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് എൻ്റെ കെട്ടിയോണ്ട് ഇന്ന് എനിക്കൊരു സർപ്രൈസ് വന്നേക്കുവാണ്. രാവിലെ അയ്യോ ഇന്നെൻ്റെ ബർത്ത്ഡേ ആയിട്ട് അച്ചാച്ചൻ ഇല്ലല്ലോ, അച്ചാച്ചൻ ട്രിവാൻഡ്രത്താണ്. അപ്പം നമ്മളിങ്ങോട്ട് കൊല്ലത്തോട്ട് ഷിഫ്റ്റായി. ഓൾറെഡി കഫേയുടെ പരിപാടികളൊക്കെ ആയതുകൊണ്ട് നമ്മൾ കൊല്ലത്തോട്ട് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് ഷിഫ്റ്റായി. അപ്പോൾ അച്ചാച്ചൻ ട്രിവാൻഡ്രത്താണുള്ളത്. അപ്പം വർക്ക് കഴിഞ്ഞ് ഇന്നലെ രാത്രി 2 മണിയൊക്കെ ആയപ്പോൾ പോയി കിടന്നുറങ്ങി. ഇന്ന് ലീവൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡ്രാമയായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ 6:30 ആയപ്പോൾ ഞാൻ എണീറ്റ് ഇന്നത്തെ സദ്യയുടെ പരിപാടികളൊക്കെ എൻ്റെ നാത്തൂൻ്റെ അടുത്ത് മമ്മിയുടെ ഇതൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇതേ പുറകിൽ നിൽക്കുന്ന ഒരാൾ ഒരു കേക്കുമായിട്ട്. സോ ആ കേക്ക് മുറിച്ചിട്ടില്ല, അവിടെ വെച്ചിരിക്കുകയാണ്. നമ്മൾ സദ്യയൊക്കെ കഴിഞ്ഞ് പതുക്കെ മുറിക്കുന്നതായിരിക്കും. എൻ്റെ നാത്തൂൻ ആണ് കുക്കിംഗ് പരിപാടിയൊക്കെ. ഞങ്ങൾ ഞാനും അമ്മയും അരിയലും പിടിക്കലും. ഇതെന്തിനാടെ? സാമ്പാർ. അപ്പം രാവിലെ നമ്മൾ സാമ്പാറും ഇഡ്ഡലിയും അല്ലേ? രാവിലെ സാമ്പാറും ഇഡ്ഡലിയും, ഉച്ചയ്ക്ക് നല്ല വിശാലമായൊരു സദ്യ. അത് കഴിഞ്ഞ് ജോഷിനി എവിടെ പോവും? ജോലിക്കോ പണിക്കോ? ഓണത്തിന് നമ്മുടെ കഫേയൊക്കെ ഓപ്പൺ ആക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്ന പക്ഷേ ഇന്ന് എൻ്റെ ബർത്ത്ഡേയും ഓണവും എല്ലാം കൂടെ ഒരുമിച്ചായതുകൊണ്ട് നമ്മൾ വിചാരിച്ചു വേണ്ട ഒരു ദിവസം ലൈക്ക് പിള്ളേരുണ്ട്, അച്ഛൻ വന്നു, എല്ലാവരും ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു വേണ്ട, നമുക്കിന്ന് ഓപ്പൺ ആക്കണ്ട എന്നുള്ളൂ. അപ്പോൾ ഇന്നലെ വരെ ഓപ്പൺ ആയിരുന്നു. അപ്പം ഇന്ന് ക്ലോസ്ഡ് ആണ് നമ്മുടെ കഫേ. അപ്പം കഫേയുടെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമ്മൾ കൊല്ലം ലക്ഷ്മിനടയിലാണ് നമ്മുടെ കഫേ ഉള്ളത്. ഇപ്പം എന്താ പറയുക, ഒരു 2 വീക്സ് ആയി, 3 വീക്സ് ആയി അല്ലേ? 3 വീക്സ് ആയി സ്റ്റാർട്ടായിട്ട്. അപ്പം എല്ലാവരും വന്ന് ഞങ്ങളുടെ കഫേ വിസിറ്റ് ചെയ്യുക. ഹെൽത്ത് ഫ്രണ്ട്ലി കഫേ. തിരുവാനുള്ള തേങ്ങയെല്ലാം എടുത്തോ? പായസത്തിനോ? ആ 2 പായസത്തിന് പോവും. അതിൽ നിന്ന് പകുതി നമ്മൾ പരിപ്പിനെടുക്കും. പരിപ്പിനും ചമ്മന്തിക്കും മതി. വേറെ നീ തേങ്ങയുടെ പരിപാടി ഇല്ല, തീർന്നു. തേങ്ങ തരുന്ന ഫേമസ് ബ്ലോഗർ ടാഗിന്റെ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങൾ നല്ലൊരു ടാസ്കാണ് കൊടുത്തിരിക്കുന്നത്. ബർത്ത്ഡേക്കുള്ള നല്ലൊരു പണി നമ്മൾ കൊടുത്തേക്കുന്നത്. തേങ്ങ നല്ലതൊക്കെ തിരുവ. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി, പിന്നെ ചമ്മന്തി, ഇത് സാമ്പാറിലിടാനായിട്ടുള്ള സാധനങ്ങൾ. പിന്നെ ഇത് മാങ്ങ അച്ചാറ് മമ്മ ഉച്ചക്കത്തേക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അതുവരെ മാങ്ങ അച്ചാറ് ഇത് ഉപ്പിട്ട് വെച്ചേക്കുന്നല്ലേടാ? മാങ്ങ അച്ചാറല്ല, കടുവും മാങ്ങ. ഓ, അവിടെ കയറിയൊരു ഗോളടി കെസിയ ലേസി. ഇതെന്തോന്നു സാമ്പാറിന്. ഗൈസ്, അപ്പം അരിയുണ്ട, ശർക്കര വരട്ടി, ചിപ്സ്, ഇതൊക്കെ ടേബിളിൽ വാങ്ങി വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിക്കാനായിട്ടൊരു ടെൻഡൻസി എനിക്ക് ഭയങ്കരമായിട്ടുണ്ട് ഗൈസ്. പക്ഷെ നമ്മൾ കഴിക്കത്തില്ല, കാരണം വിശാലമായിട്ട് എനിക്ക് സദ്യ ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് അത് കഴിക്കത്തില്ല. സോ ഐ എം സേവിങ് ദാറ്റ് കാലറീസ് ഫോർ ലഞ്ച്, ഫോർ സദ്യ. നമ്മുടെ അച്ഛന് വാഴയില വെട്ടാൻ ഞങ്ങൾ പറഞ്ഞു വിട്ടതാണ്. നമ്മുടെ വീട്ടിൽ വാഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ദേ വേറെ എവിടെയോ പറമ്പിൽ പോയി വാഴയില വെട്ടിക്കൊണ്ടുവരും. അത് ഞാൻ കാണിച്ചു തരാതെ. ദേ നിൽക്കുന്നത് ഏതോ മതിലിൻ്റെ മുകളിലോ ഒക്കെ ചാടിക്കേറി വാഴയില പറിച്ചോട്ട് വരുവാണ്. അയ്യോ ദൈവമേ, ഇതെന്താ സദ്യക്കുള്ള വാഴയിലാണ് അച്ഛാ? ഇതെന്താ സദ്യക്കുള്ള വാഴയില ഉണ്ടല്ലോ? അച്ഛൻ കൊണ്ടുവന്ന വാഴയുള്ള ഒരിത്തിരി മുച്ച. അപ്പം നമ്മളെല്ലാം വെട്ടി റെഡിയാക്കുക. ഓണത്തിന് ഈ പേപ്പർ വാഴയില, പ്ലാസ്റ്റിക് വാഴയില, അതൊരു വൈബില്ല ഗൈസ്. യഥാർത്ഥത്തിൽ ഈ വാഴയിലാണ് നമുക്ക് ഓണത്തിനൊരു വൈബ്. സദ്യ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രഷ് വാഴയില. അങ്ങനെ കുക്കിങ്ങിന്റെ ഏറ്റവും അവസാനത്തെ സെക്ഷൻ പായസം. പിന്നെ മറ്റേ പായസം എന്തിവിടെ? ഇത് പാലട, പാലടയാണ്. സേമിയ ഈ വർഷമില്ല.
പിന്നെ ദേ നമ്മളുടെ എന്തോന്നു മൂന്നാം പാല് രണ്ടാം പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെപ്രാളം ചേച്ചിക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തത്. നിങ്ങൾ എല്ലാരും പൊക്കോ, ഞാൻ പായസം റെഡിയാക്കി തന്നാ പോരെ. എന്റെ ഫേവറേറ്റ് പായസം അടപ്പായസം ഓബിയസ്ലി. പിന്നെ ഇപ്പൊ പാലട എന്തെങ്കിലും ഫേവറേറ്റ് ആയി വരുന്നുണ്ട്. ഞാനൊരു ഇത്തിരി ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട എന്റെ ഫ്ലേവർ. പക്ഷെ അതും ഭയങ്കര ഇളക്കി 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 ഇളക്കി. ഹാപ്പി ഓണം ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഫേസ്. ദിസ് ഇസ് മൈ വൺ ആൻഡ് ഓൺലി ബ്രദർ. എടാ ഇയാള് ഓണം മിസ് ചെയ്യുന്നാടെ. എന്താ അവിടെ എന്തോ ലഞ്ചിന് എന്തുവാ? എന്നിട്ട് ഉച്ചക്ക് ബീഫ് ബിരിയാണി. ഇയാടെ വൈഫ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചക്കുണ്ട് കഴിക്കാൻ പോകുന്നതെന്ന്. ബീഫ് ബിരിയാണി. രാവിലെ എന്താ കഴിച്ച? ദോശയും സാമ്പാറും, ബീഫ് പൊറോട്ടയും ബീഫ് റോസ്റ്റും. പക്ഷെ ഒരു ഓണത്തിന്റെ ഒരു വൈബ് വരട്ടെന്ന് പറഞ്ഞ് വെച്ച് തള്ളിയതാ. പക്ഷെ ഒത്തില്ല, ഒത്തില്ലടേ ഒത്തില്ല. ഇത് ഏത് പായസമായിരുന്നു? പാലട പായസം കുടിച്ചിട്ട് മത്തടിച്ചിരിക്കുന്നു. പക്ഷെ ഇനി ഇത് കഴിക്കാനുള്ളതാണ് സദ്യ. പിന്നെ മൈ വൺ ആൻഡ് ഓൺലി കെട്ടിയുണ്ട് എവിടെ നിന്ന്. ഇതെന്തൊക്കെ പാലട ടേസ്റ്റ് ചെയ്ത് മത്തടിച്ചാ. പക്ഷെ കൊള്ളാല്ലേ ചേച്ചാ അത്. ഹൊറർ കണ്ട് പേടിക്കുന്ന നമ്മുടെ ഓണം ഡിഷസ്. പരിപ്പ്, പരിപ്പ്, മത്തങ്ങ പയറിട്ട കറി, കൂട്ടുകറി, അവിയല്, പച്ചടി, കിച്ചടി, സാമ്പാറ്, പുളിയിഞ്ചി, പുളിയിഞ്ചി സെറ്റ്, പുളിശ്ശേരി, അടുത്തത് പച്ചടി, ബീട്രൂട്ട് പച്ചടി, മാങ്ങാച്ചാറ്, തോരൻ, കറിനാരങ്ങ. ഇത് 10 കൂടുതലുണ്ടല്ലേ. അടുത്തത് നെക്സ്റ്റ് പാലട. ഇനി അടുത്ത പായസം എന്ത്? ശർക്കര പായസം. എല്ലാം ഡോപ്പ് സാധനങ്ങളാച്ചാ. ചേർത്ത് വിളമ്പണേ ലിച്ചുമോനെ. ചേർത്ത് അപ്പോഴേ എല്ലാ കറികളും വെക്കാൻ പറ്റത്തുള്ളൂ. ഗുഡ്. പപ്പയ്ക്കും മമ്മിക്കും അവിടെ നമ്മൾ ടേബിളിലിട്ടേക്ക്. കാരണം അവർക്ക് താഴെ ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇപ്പം. അച്ഛാ എനിക്ക് അച്ചാർ കുറച്ച് ഏറെ വിളമ്പണേ. ഓക്കെ, താങ്ക് യു. ഞാൻ വീഡിയോ എടുക്കുന്നവർ വിളമ്പലൊന്നും ഞാനല്ല. ഇവർ 3 ഇരുപത് വിളമ്പാവും. സദ്യ കഴിക്കാൻ എക്സൈറ്റഡ് ആണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സദ്യ കഴിച്ച് പായസം കുടിച്ച് മത്തടിച്ചൊന്ന് ഉറങ്ങണം. എന്തോ പേരൊന്നും ചോദിക്കരുത് ഗൈസ്. പേരൊന്നും എനിക്കറിയില്ല. കിടിലം അവിയൽ എല്ലാം അടിപൊളി. ഇനി ഏതെങ്കിലും കറി വിട്ടുപോയിട്ടുണ്ടോടെ? നമ്മൾ എടുത്തോണ്ട് വരാതെ വരുന്നുണ്ട്. അയ്യോ, പുളിശ്ശേരി സാമ്പാറും എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. മത്തടി പോസ്റ്റർ. വയ്യ. അപ്പം സദ്യ കഴിഞ്ഞത് എൻ്റെ നാത്തൂൻ ജോലിക്ക് പോകുന്നു. നഴ്സാണ്. അപ്പം ഷീ ഹാസ് വർക്ക്. അപ്പം അച്ഛനും വർക്കുണ്ട്. അങ്ങനെ പോയി അച്ഛൻ്റെ വീട്ടിൽ. മമ്മിക്ക് ഞാൻ പാഴ്സലൊക്കെ എടുത്ത് കൊടുത്ത് അവർ പോവാം ഗൈസ്. അപ്പം നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഭയങ്കരമായിട്ട് എല്ലാവരും ഫിറ്റായിട്ട് കിടന്നുറങ്ങി. മത്തടിച്ച് കിടന്നുറങ്ങി. അപ്പോൾ പിന്നെ നമ്മൾ രാവിലെ അച്ഛനും കൊണ്ടുവന്ന സർപ്രൈസ് കേക്ക് നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. പായസമൊക്കെ കുടിച്ചു. എല്ലാവരും ഒരു പരുവായതുകൊണ്ട് നമ്മൾ അപ്പം മുറിച്ചില്ല. ഇപ്പം ഓൾമോസ്റ്റ് 7 മണിയായപ്പോൾ ഞാൻ കുളിച്ച് റെഡിയായി. നമ്മൾ ബർത്ത്ഡേ കേക്കും കൂടെ മുറിച്ച് കഴിഞ്ഞാൽ ഈ വ്ളോഗ് അവസാനിക്കും. അപ്പോൾ ഗൈസ്, ഐ ഹോപ്പ് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഓണം അടിപൊളിയായിട്ട് ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. ഞാനും എൻ്റെ ഫാമിലിയും നല്ലതുപോലെ ആഘോഷിച്ചു. ആൻഡ് ദിസ് വാസ് എ ബ്യൂട്ടിഫുൾ ഡേ. ഒരു അടിപൊളി ദിവസമായിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എല്ലാവരും കാണുന്നവരെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്. യുവർ സപ്പോർട്ട്സ് മീൻസ് ടു മീ എ ലോട്ട്. Okay. Happy birthday to you.